ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ ഉമ്മയുടെ വേദന എത്ര വലുതായിരിക്കുമെന്ന്. ആ സഹോദരന്റെ സ്ഥാനത്ത് നമ്മുടെ ഉപ്പയോ ഇക്കാക്കയോ ആയിരുന്നെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് ആവുന്നതിന്റെ പരമാവധി ചെയ്യില്ലേ? അതേപോലെ തന്നെയാണ് ഇതും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. സേവ് അബ്ദുൾ റഹീം എന്ന പേരിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം അയക്കാം. ഇതുവരെ എത്ര പണമായി, ഇനി എത്ര പണം വേണമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യാൻ പറയാനുള്ള കാരണം, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് വേണ്ടി പിരിപ്പിക്കുന്ന പണത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്ന ചിലരുണ്ട്. വ്യാജ അക്കൗണ്ട് നമ്പറുകളും സ്കാനറുകളും ഉപയോഗിച്ച് പണം തട്ടുന്നവർ, അവരിൽ പോയി പെടാതിരിക്കുക. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അതിനും പറ്റാത്തവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ അവസ്ഥയിൽ മതമല്ല, മനുഷ്യത്വമാണ് നോക്കേണ്ടത്. പ്രവാസ ലോകത്ത് വധശിക്ഷ വിധിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാണ്. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ ഒന്നിച്ചു നിന്ന് കരക്കി കയറ്റിയ പോലെ ഇതിനെയും നമ്മൾ മലയാളികൾ അതിജീവിക്കും, ഇൻഷാ അല്ലാഹ്.